ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു, സുഖമില്ലാതിരിക്കുക, അത് കാരണം ഇട്ടില്ല. ഇത് ഞാൻ ചൊവ്വാഴ്ച നമ്മുടെ വെറ്റില ദീപം കൊളുത്തിയ വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് കാന്താരിമുളക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. അത് നേരത്തെ ഞാൻ ഉപ്പിലിട്ട കാന്താരിമുളക് കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ചോറ് കഴിക്കാനൊക്കെ നമുക്ക് ഒരു കഷ്ണം കാന്താരി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് അങ്ങനെ ഇടുന്നത്. കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു ഇത് കൊണ്ടുവന്നിട്ട്, അപ്പോൾ അങ്ങനെ തന്നെ ഇരുന്ന് ചെയ്ത്. പിന്നെ കുറച്ചല്ലാത്ത മുളകുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പഴുത്തതൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് പാകാനായിട്ട്. കാന്താരിമുളകും പിന്നെ അല്ലാത്ത പച്ചമുളകും ഉണ്ട്. പിന്നെ ഈ ഗ്യാസുള്ള ഒരു ടൈപ്പ് മുളകുണ്ട് കേട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ കുറച്ച് വിത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പാകാനായിട്ട്. പിന്നെ ബാക്കിയെല്ലാം കൂടി ഇട്ട് ഒരു കുഞ്ഞൊരു ഉപ്പിലിട്ടത് ഇടാമെന്ന് വിചാരിച്ചു. വിനാഗിരിയും പിന്നെ കുറച്ച് നമ്മുടെ ഉലുവായും ജീരകവും ഉലുവായും കായപ്പൊടിയും ചേർത്തിട്ട് മഞ്ഞളും ചേർത്ത് ഉപ്പിലിടുകയാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച്, അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച് അച്ചാറിട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഇന്ന് രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. ടിഫിൻ കൊണ്ടുപോകണമായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി സോയ ചങ്ക്സ് വറുത്ത് കറി വയ്ക്കുകയാണ്. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. സുഖമില്ലാത്ത കാരണം വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡില്ലാത്ത കാരണം വീഡിയോ ഇടാത്തത്. പിന്നെ ഇത് വൈകുന്നേരം കാപ്പിയാണ്, നമ്മുടെ മസാല കാപ്പിയും പിന്നെ കുറച്ച് അവൽ നനച്ചതാണ് കേട്ടോ. പഴമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടൊരു സ്നാക്സ് കഴിക്കുകയാണ് വൈകുന്നേരത്ത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.